പാലാരിവട്ടം പള്ളിശ്ശേരി റോഡിൽ 34 വയസ്സുള്ള തോബിയാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി തൃശൂർ എളനാട് കുറ്റിപ്പുറത്ത് വീട്ടിൽ അരുളപ്പൻ മകൻ ലോറൻസിനെ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു. ചെല്ലിയാമ്പുറം വീട്ടിൽ ജോസഫ് മകൻ തോബിയാസാണ് മരണപ്പെട്ടത്. 2019 ജനുവരി 7-ന് രാത്രി 9:45-നും 11-നുമിടെ മദ്യലഹരിയിൽ സ്വന്തം അമ്മയെ ആക്രമിക്കാൻ ശ്രമിച്ച തോബിയാസിനെ ഹോം നഴ്സായ പ്രതി കുത്തിക്കൊലപ്പെടുത്തി എന്നാണ് ആരോപണം. തോബിയാസിനെ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ശുശ്രൂഷിക്കാനെത്തിയ ഹോം നഴ്സാണ് പ്രതി. ഇടുക്കി രാജാക്കാട് എസ്റ്റേറ്റുള്ള സമ്പന്നമായ തോബിയാസിന്റെ കുടുംബം പാലാരിവട്ടത്താണ് താമസിച്ചിരുന്നത്. മയക്കുമരുന്നിനടിമയായ തോബിയാസ് അമ്മയെ ഉപദ്രവിച്ചിരുന്നു. ഇത് തടയാൻ ചെന്ന ലോറൻസ് കുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. വീട്ടിന് മുന്നിലെ റോഡിൽ രക്തം വാർന്നു കിടന്ന ഇയാളെ അമ്മ വിവരമറിയിച്ചതിനെ തുടർന്ന് സഹോദരിയും സുഹൃത്തും ചേർന്ന് ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. കാറിലും ഹോസ്പിറ്റലിലും കൊടുത്ത മരണമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ആഴത്തിലുള്ള 7 കുത്തുകളാണ് മരണകാരണം. കൃത്യസ്ഥലത്തു നിന്നും കണ്ടെടുത്ത കത്തി, രക്തപരിശോധന റിപ്പോർട്ട് എന്നിവ കുറ്റകൃത്യവുമായി ബന്ധമില്ലെന്ന് കോടതി കണ്ടെത്തി. മതിയായ തെളിവുകളുടെ അഭാവത്തിലാണ് അഡീഷണൽ സെഷൻസ് ജഡ്ജ് സുലേഖ എം പ്രതിയെ വെറുതെ വിട്ടത്. കേസ് സംശയാസ്പദമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതുകൊണ്ടാണ് പ്രതിയെ വെറുതെ വിടുന്നതെന്ന് വിധി പ്രസ്താവനത്തിൽ കോടതി പറഞ്ഞു. കൊലപാതകത്തിന്റെ ഉദ്ദേശമോ കൊലപാതകം നടന്ന സമയമോ കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നും 16 സാക്ഷികളെ വിസ്തരിക്കുകയും 38 രേഖകളും 12 തൊണ്ടിമുതലുകളും ഹാജരാക്കുകയും ചെയ്തിരുന്നു. പാലാരിവട്ടം പോലീസാണ് കേസ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതിക്ക് വേണ്ടി അഭിഭാഷകരായ അഡ്വക്കേറ്റ് ടി എസ് മയാദാസ്, അഡ്വക്കേറ്റ് സൂര്യ ഷൈൻ, അഡ്വക്കേറ്റ് MN ദേവരാജ്, അഡ്വക്കേറ്റ് വിജോ ഫ്രാൻസിസ് കുട്ടഞ്ചേരി എന്നിവർ ഹാജരായി. പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത തോബിയാസ് വധക്കേസിലെ പ്രതിയായ ലോറൻസിനെ ഇന്ന് എറണാകുളം അഡീഷണൽ 8ാം ജില്ലാ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. മതിയായ തെളിവുകളുടെ അഭാവത്തിലാണ് ശ്രീ ലോറൻസിനെ വെറുതെ വിട്ടത്. ലോറൻസ് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്താൻ ഒട്ടനവധി കാരണങ്ങൾ കോടതി കാണുകയുണ്ടായി. പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് 16 സാക്ഷികളെ വിസ്തരിക്കുകയും ഏകദേശം 32ഓളം രേഖകൾ ഹാജരാക്കുകയും 8ഓളം തൊണ്ടിമുതലുകൾ ഹാജരാക്കുകയും ചെയ്തിരുന്നു. എന്നാലും പ്രതിയുടെ നിരപരാധിത്വം പൂർണ്ണമായി തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞുവെന്നും പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ മതിയായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നും വിധി പ്രസ്താവത്തിലുണ്ട്. തീർച്ചയായും ഈ വിധി ജനാധിപത്യത്തെയും അതുപോലെ നമ്മുടെ നീതി വ്യവസ്ഥയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധിയാണ്. കോടതിയുടെ വിധിയിൽ സന്തോഷമുണ്ട്.